വടകരയിലെ കാറിടിച്ച് 9 വയസ്സുകാരി 10 മാസമായിട്ട് അബോധാവസ്ഥയിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. പാറിപ്പറന്ന് നടക്കുന്ന കൊച്ച് ശനിയാഴ്ച സ്കൂൾ അടച്ചു കഴിഞ്ഞപ്പം അമ്മുമ്മയുടെ ഒപ്പം ബന്ധുവിൻ്റെ വീട്ടിൽ പോകാം, ശനിയാഴ്ച വൈകിട്ട് മുതൽ ഞായറാഴ്ച വൈകിട്ട് വരെ കളിക്കാം എന്നാ കൊച്ചു മിടുക്കി കരുതി അമ്മുമ്മയുടെ കൈ പിടിച്ച് റോഡ് ക്രോസ് ചെയ്തു. ആ സമയം ഒരു വാഹനം വന്ന് രണ്ടുപേരെ ഇടിച്ച് തെറിപ്പിച്ചു. അമ്മൂമ്മ സ്പോട്ടിൽ വെച്ച് തന്നെ മരണമടഞ്ഞു. 62 വയസ്സുള്ള സ്ത്രീയാണ് മരിച്ചത്. കൊച്ചുമകള് 9 വയസ്സുകാരി ആ ഇടി ആഘാതത്തിൽ അബോധാവസ്ഥയിലായി. പരിക്കുകൾ ചെറുതെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും 10 മാസമായിട്ട് അബോധാവസ്ഥയിൽ കിടക്കുന്നു. ഏത് വാഹനമാണ് ഇടിച്ചതെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല. വാഹനം പാഞ്ഞുപോയി. ഒരു വെള്ള കാറാണ് എന്ന് മാത്രമേ സാക്ഷികളിൽ നിന്ന് മനസ്സിലാകുന്നുള്ളൂ. ഏതായാലും വടകര പോലീസ് കേസെടുത്തു. അന്വേഷണം മുന്നോട്ട് പോയി. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. പോലീസിന് എതിരായിട്ട് ആരോപണം വന്നു. കാരണം 10 മാസമായിട്ടും കുട്ടിയുടെ ദേഹത്ത് ഇടിച്ച കാറ്, അമ്മൂമ്മയെ കൊന്ന കാറ് എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു വെള്ള കാറാണ് എന്ന് മാത്രമേ പറയുന്നുള്ളെങ്കിലും പ്രോബിലിറ്റി പറഞ്ഞത് സ്വിഫ്റ്റ് കാർ എന്നാണ്. എന്തായാലും കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് പോയി. DYSP ബെന്നിയുടെ നേതൃത്വത്തിലെ അവിടുത്തെ CIയും SIയും 4 ഉദ്യോഗസ്ഥരും അഹോരാത്രം പണിപ്പെട്ടു. അതുങ്ങൾ കഴിഞ്ഞ 10 മാസമായിട്ട് CCTV ദൃശ്യങ്ങൾ വടകരയിലുള്ളത്, കോഴിക്കോട് പോകുന്നത്, അവിടുന്ന് കണ്ണൂർക്ക് പോകുന്നത്, അങ്ങനെയുള്ള വാഹനങ്ങളുടെ മുഴുവൻ ലിസ്റ്റ് എടുത്തു. CCTV ദൃശ്യങ്ങൾ കണ്ടു. ഏകദേശം 50,000-ഓളം കോളുകൾ നോക്കി. CDR മൊബൈൽ ഫോണുകൾ നോക്കി. പിന്നെ 19,000 കാറുകളാണ് അവർ പരിശോധിച്ചു കഴിഞ്ഞിരിക്കുന്നത്. വെള്ളക്കാർ 19,000. ബൃഹത്തായ ആ സംഖ്യ കാണുമ്പോൾ നമ്മൾ തന്നെ അതിശയിച്ചു പോകും. 19,000 കാറുകൾ, 50,000-ഓളം ഫോൺ കോളുകൾ, ഇൻഷുറൻസ് കമ്പനിയിലെ ക്ലെയിമുകൾ മുഴുവൻ കഴിഞ്ഞ 10 മാസമായിട്ട് നോക്കിക്കൊണ്ടായിരുന്നത്. വെള്ളക്കാറെന്ന് മാത്രമേ അറിയുന്നുള്ളൂ. വാഹനത്തിന്റെ പ്രധാന ഭാഗം, ഇടിപറ്റിയ ഭാഗം ഏകദേശമൊക്കെ പോലീസിനും നാട്ടുകാർക്കും മനസ്സിലായി. ഏത് ഭാഗത്തു നിന്ന് വന്ന വണ്ടിയാണ്, ആ ഇടിച്ച വാഹനത്തിന് എവിടെയായിരിക്കാം പരിക്കുകൾ എന്നൊക്കെ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞു. എന്തായാലും അവരുടെ അന്വേഷണത്തിന് ഒരു റിസൾട്ട് കിട്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം KL 18R എന്ന സ്വിഫ്റ്റ് കാറായിരുന്നു അത്. അത് കണ്ടെത്താൻ കാരണം ഇൻഷുറൻസ് ക്ലെയിമുകൾ പലതും നോക്കി. ആ വാഹനം റോഡ് ക്രോസ് ചെയ്യാൻ നേരത്ത് ആ വാഹനം ഇടിച്ച് ഏത് ഭാഗത്താണ് വാഹനത്തിന്റെ പള്ളയുടെ അല്ലെങ്കിൽ വശത്തിന്റെ ഏത് ഭാഗത്താണ് ഇടി കിട്ടിയെന്നൊരു ഏകദേശ ധാരണ വന്നു. അങ്ങനെ ഒരു ഇൻഷുറൻസ് ക്ലെയിം ഒരാൾ KL 18R എന്ന ഒരു ക്ലെയിം മാർച്ചിലേക്ക് വന്നിരിക്കുന്നു. ആ ക്ലെയിമിന്റെ പരിക്ക് അല്ലെ വണ്ടിയുടെ പരിക്ക് നോക്കിയപ്പം ഇടിയുടെ ആഘാതത്തിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. വെള്ളക്കാറാണ്. കാറിപ്പം പരിശോധിച്ചു. നോക്കിക്കഴിഞ്ഞപ്പം മിക്കവാറുമുള്ള ഭാഗങ്ങളെല്ലാം മാറ്റിയിരിക്കുന്നു. കാറിന്റെ വേറൊരു തരത്തിലുള്ള കാറായി മാറ്റി. ഉടമസ്ഥൻ ഏതായാലും ഗൾഫിലേക്ക് കടന്നിരിക്കുന്നു. ഏതായാലും കണ്ണൂർ മേലെച്ചൊവ്വെ വടക്കൻകോവിൽ സുധീറിന്റെയും ഭാര്യ സ്മിതയുടെയും 9 വയസ്സുകാരി തുള്ളിച്ചാടി നടക്കേണ്ട കൊച്ച് അബോധാവസ്ഥയിൽ അനക്കമില്ലാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. മാതാപിതാക്കൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വേറെ നിവൃത്തിയില്ല. അവരെ സഹായിക്കാനായിട്ട് ഡോക്ടർമാര് എല്ലാവരും എല്ലാ വിധത്തിലും സഹായിക്കുന്നുണ്ട്. കൊച്ചിന്റെ ആ അനക്കമില്ലാത്ത ശരീരം ഓടിച്ചാടി നടക്കുന്ന കൊച്ചായിട്ട് കൺവെർട്ട് ചെയ്ത് കൊണ്ടുവരാൻ ഏത് നിമിഷം വേണേലും ആ അബോധാവസ്ഥ കിടക്കുന്ന കുട്ടി ഉണരാം, എഴുന്നേക്കാം, ബോധത്തോട് വരാം. എങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ, ഈ കുട്ടിയുടെ അബോധാവസ്ഥയും കുട്ടിയുടെ വല്യമ്മ മരിച്ചു, ഇതൊക്കെ അറിഞ്ഞിട്ടും ആ രജിസ്റ്റേർഡ് ഓണർ അതിൽ നിന്ന് ഓടി മാറാനും കാറിനെ അതിന്റെ രൂപത്തിന് മാറ്റം വരുത്താനും അയാൾ ഗൾഫിലോട്ട് കടക്കാനും ഒക്കെ ശ്രമിച്ചു.
പക്ഷെ അത് അയാളൊരു തിരുമണ്ടനാണ്. ഈ കാറിന്റെ ക്ലെയിം വന്നുകൊണ്ട് മാത്രമാണ് പോലീസിൽ അങ്ങോട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഏതായാലും പോലീസ് കോൾ നോക്കി, കാറുകൾ നോക്കി, അതുപോലെ തന്നെ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ നോക്കി നോക്കി 10 മാസം പിന്നാലെ നടന്നു. വളരെ ക്ഷമയോടെ നടന്നിട്ടാണ് അതുങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് യഥാർത്ഥ ആളെ കണ്ടെത്തി കഴിഞ്ഞു. അയാളെ കൊണ്ടുവരണം. കാരണം ഒരു റാഷ് ആൻഡ് നെഗ്ലിജന്റ് അല്ല, ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു ഒരു മരണമായിട്ട് മാത്രമേ കണക്കാക്കാൻ ഒക്കുള്ളൂ. കാരണം അത്ര സ്പീഡിൽ വന്നിടിച്ച് ഒരാളെ കൊന്നിട്ട് പോയി, മറ്റുള്ള ഒരാൾ അബോധാവസ്ഥയിൽ കിടക്കുന്നു. തീർച്ചയായിട്ടും അയാളെ കൺവിറ്റ് ചെയ്തുകൊണ്ടാണ് അയാളെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരാനുള്ള നടപടികൾ ഡിവൈഎസ്പി ബെന്നിയും അവരുടെ എസ്പിയും നടത്തുമെന്ന് ഞാൻ കരുതുന്നു. എത്രയും പെട്ടെന്ന് ഇയാളെ കൊണ്ടുവരണം. ഒരു കുട്ടിക്ക് ഈ ഒരു അവസ്ഥ, ഒരാൾ മരിച്ചു, ഒരു കുട്ടിക്ക് അവസ്ഥയിൽ കിടക്കുന്നത് കണ്ടിട്ടും മനസ്സലിയാതെ, അല്ലെങ്കിൽ അത് പോലീസ് വന്ന് വോളണ്ടറി ചെയ്ത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ്. പോലീസ് അതുപോലെ 10 മാസത്തോളം എത്രയോ പോലീസ് ഓഫീസേഴ്സ് ഏതൊക്കെ രീതിയിൽ അന്വേഷിച്ചിട്ടാണ് ഒരാളുടെ ഈ കേസിന് തുമ്മുണ്ടാക്കിയത്. ഏതായാലും ഡിവൈഎസ്പി ബെന്നിയും സംഘത്തിനെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു ഞാൻ. ഇതുപോലെയുള്ള സസ്റ്റൈൻഡ് ആയിട്ടുള്ള വർക്കുകളാണ് പോലീസിൽ നമുക്ക് ആവശ്യം.